പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. ആദ്യമേ അഭിനന്ദനങ്ങൾ. ആദ്യ മത്സരമാണ്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെ തോന്നുന്നു? ആദ്യമായിട്ടൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം, ശ്രീ നരേന്ദ്രമോദിജി, ശ്രീ അമിത്ഷാജി, ശ്രീ നഡ്ഡാജി, ശ്രീ സന്തോഷ്ജി, കേരളത്തിൻ്റെ നേതൃത്വം, ഇവരോടെല്ലാം ഒരു നന്ദി രേഖപ്പെടുത്തുന്ന കാര്യം. ഇതുപോലൊരു ഉത്തരവാദിത്വം എനിക്ക് നൽകിയിട്ടുണ്ട്. വളരെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. പക്ഷേ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പത്തനംതിട്ട എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗമൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികളുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യ എന്ന ഈ രാജ്യം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. അടുത്ത ടേമിൽ, നമ്മുടെ 3ാമത്തെ ടേമിലും മോദിജിയുടെ വിഷൻ നമ്മൾ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മളൊരു വികസിത രാജ്യമായി മാറും. ഇതിനൊക്കെ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും ഇതിൻ്റെ ഒരുപാട് എഫക്റ്റുകൾ കേരളത്തിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിലുള്ള ഒരുപാട് പേർ അവിടെ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇവിടുത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ, അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി ഏകദേശം 11 കോടിയോളം കാർഷിക കുടുംബങ്ങൾക്ക് 3 ലക്ഷത്തോളം കോടിയാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ ചിലവാക്കിയത്. പക്ഷേ കേരളത്തിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ശബരിമല ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അയോധ്യ, അതുപോലെ വാരണാസി, അതുപോലെ ഇപ്പം സോംനാഥ്, ഇവിടെയൊക്കെ നിങ്ങൾ തന്നെ കാണൂ. ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഇത് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. ഇപ്പോൾ അയോധ്യയിലൊക്കെ പോകുമ്പോഴത്തേനും ഇപ്പം കഴിഞ്ഞ വർഷം അയോധ്യയും വാരണാസിയുമാണെന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫുട്ഫോളുള്ള 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. പക്ഷേ പത്തനംതിട്ടയിൽ ശബരിമല എടുക്കുക, അത് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായൊരു പുണ്യഭൂമിയിലൊന്നാണ് ശബരിമലയും. പക്ഷേ ഇന്നും UDFും LDFും മാറി ഭരിച്ചിട്ടും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. അതുപോലെ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് LDF സർക്കാർ ചെയ്ത കാര്യങ്ങളൊന്നും അവിടുത്തെ ജനങ്ങളോ അയ്യപ്പ ഭക്തരോ മറന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചാണ് നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അവിടെ നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കും. എങ്ങനെയായിരിക്കും? സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങൾ തുറന്നു കാണിക്കും. അതോടൊപ്പം തന്നെ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തും. അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ 10 വർഷം ചെയ്ത നമ്മുടെ കാര്യങ്ങൾ, ഇനി അടുത്ത 5 വർഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ 3ാം ടേം അത് 110% ഗ്യാരണ്ടീഡാണ്. അതിൽ മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് നിരവധി MPമാരെ ലഭിക്കുന്നത് കേരളത്തിന് നല്ലതാണ്. ഈ ആന്റണി തുടർച്ചയായി അവിടെ MP ആണ്. മറ്റൊരു തോമസ് ഐസക്കാണ് എതിരാളി. എങ്ങനെ കാണുന്നു എതിരാളികളെ? ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ ഇവരെക്കാൾ ഞാൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യൻ. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായ രീതിയിൽ അവിടെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് എത്തിക്കാനും, ഓരോ മോദിജി കഴിഞ്ഞ 10 വർഷത്തിൽ ഏകദേശം 300ഓളം സ്കീമുകളാണ് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന, അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ, അതുപോലെ ഒരുപാട് ഇത്. പക്ഷേ കേരളത്തിൽ ബാക്കി എല്ലായിടത്തും കിട്ടുന്ന പോലെ ഒന്നും കിട്ടുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്കും ഇതിൻ്റെ ഈ ഇന്ത്യ സ്റ്റോറിയുടെ ഭാഗമാവാൻ കേരളത്തിൽ നിരവധി MPമാർ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ PC ജോർജിനോട് മത്സരിക്കാൻ നിന്ന ഒരാളാണ്. അദ്ദേഹം സീറ്റ് വേണമെന്നല്ല പരസ്യമായി ആവശ്യപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. PC ജോർജിനോട് സംസാരിച്ചിരുന്നു? തീർച്ചയായിട്ടും സംസാരിച്ചിരുന്നു. അദ്ദേഹം പാർട്ടി ജോയിൻ ചെയ്തതെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് വ്യക്തിബന്ധമുള്ള ഒരാളാണ്. നല്ലൊരു വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. 7 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. വളരെ ജനകീയനായ, വളരെ സ്ട്രോങ് ബോൾഡായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുണ വെച്ച് തന്നെയായിരിക്കും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത്. കേരളത്തിന് മുമ്പൊക്കെ കോൺഗ്രസിന് വേണ്ടിയായിരുന്നു, ഇപ്പോൾ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥി തന്നെ ആവുകയാണ്. എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ ഒരു വർഷം ഒരു വലിയൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഇയർ ആയിരുന്നല്ലോ. ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതിയാണ്. ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്. കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് ഒരു സ്റ്റേറ്റിൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഇന്ന് ഞാൻ ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് അന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അതൊരു ഉത്തരവാദിത്തമായിട്ട് കാണും. പക്ഷേ ശ്രീ മോദിജിക്ക് വേണ്ടി ഞാൻ പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പത്തനംതിട്ടക്കാരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്താണ്? പത്തനംതിട്ടയും ഇന്ന് ഒരു ലോകാത്തര ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. അവിടെയും എല്ലാ സെക്ടറിലും നമ്മൾ
ശ്രീ മോദിജിയുടെ നേതൃത്വത്തിലുള്ളൊരു വികസിത ഭാരതം, ഒരു വികസിത കേരളം, വികസിത പത്തനംതിട്ട, ഇത് തന്നെയാണ് നമ്മുടെ പത്തനംതിട്ടക്കാരോടുള്ള നമ്മുടെ ഗ്യാരണ്ടി. അവിടെയും നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ എല്ലായിടത്തും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, മറ്റാർക്കും പറ്റില്ല. എന്താണെങ്കിലും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് അനിൽ ആൻ്റണി. ഒരു മികച്ച വിജയം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം റിപ്പോർട്ടിനോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രശ്നൊപ്പം റിപ്പോർട്ട് നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.